വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജിദ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷാജിദ, ഇപ്പോൾ നൂർബിന റഷീദ് അവരുടെ ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കളും ഒപ്പം ഒരു കൂട്ടരാജി ആലോചിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നു. അതിൽ നിന്ന് പിന്മാറിയെന്നും അറിയുന്നു. നിങ്ങളുടെ പിന്തുണയുണ്ടോ നൂർബിന റഷീദിന്, അല്ലെങ്കിൽ നൂർബിന റഷീദ് മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇതിപ്പോ ഞാനിപ്പോ വാർത്തയിലാണ് ഇപ്പൊ കാണുന്നത്. ഹലോ കേൾക്കാം, പറയൂ. വാർത്തയിലാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു കൂട്ടരാജിയെ പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി മീറ്റിംഗ് വിളിച്ചതിന് ശേഷം പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. അത് തന്നെയാണ് ഞങ്ങൾ താഴെ തട്ടുകളിലേക്കും കൊടുത്തത്. ഈ വനിതാ ലീഗിന്റെ മുതിർന്ന നേതാക്കളെ, അല്ലെങ്കിൽ പ്രവർത്തന പരിചയമുള്ള നേതാക്കളെ അവഗണിച്ചു എന്നൊരു അഭിപ്രായം, വികാരം നിങ്ങളിലുണ്ടോ? അത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതാ ലീഗിന് കിട്ടിയില്ല എന്നൊരു, വനിതാ ലീഗിലെ ആളുകളെ പരിഗണിച്ചില്ല എന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് 5 സീറ്റുകളാണല്ലോ. അത് പാർട്ടിക്ക് തീരുമാനിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണല്ലോ. അതിലെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ വിജയമാണ് നമ്മളുടെ എല്ലാം ലക്ഷ്യം. അതിന് പാർട്ടി ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എടുക്കുന്ന തീരുമാനങ്ങളല്ല, ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നൂർബിന റഷീദ് പറയുന്ന ഒരു കാര്യം ഫാത്തിമ തെഹ്ലിയയുടെ കാര്യത്തിൽ മാത്രമാണ്. ജയന്തിരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ എതിർപ്പുകളില്ല. ഫാത്തിമ തെഹ്ലിയ ഇപ്പോൾ തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കൗൺസിലറായി 1 വർഷം പോലും പ്രവർത്തിച്ച് പൂർത്തിയാക്കുന്നില്ല. കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിലേക്ക് അയക്കാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വത്തിന് അവസരം ലഭിക്കുകയാണ്. അവസരങ്ങൾ വാരിക്കോരി ചിലർക്ക് നൽകുന്നു, ചിലരെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നൊരു വികാരം അത് നിങ്ങൾക്കുണ്ടോ? അത് നൂർബിന റഷീദൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുതിർന്ന നേതാക്കളാണ്. അവരൊക്കെ ഒരുപാട് 90 കാലഘട്ടം തൊട്ട് പാർട്ടിയിൽ ഞങ്ങളൊക്കെ അവരെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ മാതിരി പാർട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം പാർട്ടിയുടെ തീരുമാനങ്ങളാണല്ലോ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഫൈറ്റ്. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജിദയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ നൂർബിന റഷീദിന്റെ രാജിക്ക് കാര്യമായ പിന്തുണ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് വേണം ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. പാർട്ടി തീരുമാനത്തെ, അതായത് ലീഗിന്റെ തീരുമാനത്തെ വനിതാ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള വനിതാ നേതാക്കളും അംഗീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ ഒരു രാജി പ്രഖ്യാപനം അല്ലെങ്കിൽ പരസ്യ പ്രതികരണം വേണ്ടിയിരുന്നില്ല എന്ന ഒരു വികാരമാണ് ഇപ്പോൾ ശ്രീമതി ഷാജിദ പങ്കുവച്ചത്. ഏതായാലും വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നൂർബിന റഷീദ്. സ്വാഭാവികമായും വനിതാ ലീഗ് എന്ന നിലയിലുള്ള ഒരു പരിഗണന അത് ഫാത്തിമ തെഹ്ലിയയ്ക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉയർന്നത്. പേരാമ്പ്രയിലെ ഫാത്തിമ തെഹ്ലിയയുടെ മത്സരം, അതുമായി ബന്ധപ്പെട്ടാണ് വലിയ വികാരം വനിതാ ലീഗിൽ ഉണ്ടായിരുന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ ശ്രീമതി ഷാജിദ അടക്കം പറയുന്നത് ഇങ്ങനെയൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ വേണ്ടിയിരുന്നില്ല എന്നാണ്. നൂർബിന റഷീദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലാതെ മറ്റു വഴികൾ, തൻ്റെ പ്രതിഷേധം അറിയിക്കാൻ മറ്റു വഴികളില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു ശക്തമായ നിലപാടിലേക്ക് നൂർബിന റഷീദ് പോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗോകുൽ, ഞാൻ രാവിലെ അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ തുടക്കം മുതൽ ആരെങ്കിലും ഒരു കസേര ഇട്ട് വന്ന്, അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വളരെ വ്യക്തമാണ്, ആരെങ്കിലും ഒരു കസേര ഇട്ട് വന്ന് അതിൽ വന്നിരുന്നയാളല്ല താൻ, ഇതിൻ്റെ ഫൗണ്ടർ മെമ്പറാണ്. വനിതാ ലീഗിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഇന്നുവരെയും ഈ ദിവസം വരെയും അതിനുവേണ്ടി പ്രവർത്തിച്ചയാളാണ്. അങ്ങനെയുള്ള ആളുകളെ പരിപൂർണമായി അവഗണിക്കുകയും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും അവസാന വാക്കായ പാണക്കാട് തങ്ങളെ വരെ ധിക്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് സീറ്റ് നൽകുകയും ചെയ്തപ്പോൾ അതുണ്ടാക്കിയ മാനസിക പ്രയാസം വളരെ വലുതാണ് എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതുകൊണ്ടാണ് ഈ രാജി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ നൂർബിന റഷീദിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ PMA സലാമും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ അധികം വൈകാതെ തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവരെ അനുനയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. നൂർബിന റഷീദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് തനിക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള പ്രയാസത്തിലുള്ള ഒരു പ്രതിഷേധമാണ്, അല്ലാതെ അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വനിതാ ലീഗിൽ പുകഞ്ഞു നീറി നിന്ന ആ അസംതൃപ്തിയാണ് ഇപ്പോൾ നൂർബിന റഷീദിന്റെ രാജി. അത് വനിതാ ലീഗിൽ നിന്നല്ല,
സ്ഥാനങ്ങളിൽ നിന്ന് സംഘടനാ ചുമതലകളിൽ നിന്നുള്ള രാജി ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ചിരിക്കുന്നു. പക്ഷേ അതിന് കാര്യമായി സംസ്ഥാന നേതൃത്വത്തിലെ മറ്റ് വനിതാ ലീഗ് നേതാക്കളുടെ പിന്തുണ ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ഫാത്തിമ തെഹ്രിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് വനിതാ ലീഗിലെ മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.